അമേരിക്കയുടെ ഒരു ആശയവിനിമയ കേന്ദ്രം തകർക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, പ്രത്യേകിച്ച് ഇറാനെ പോലുള്ള രാജ്യത്തിന്. എന്നാൽ ഖത്തറിലെ ആശയവിനിമയ കേന്ദ്രം സമ്പൂർണ്ണമായി തകർത്തു എന്നാണ് ഇറാൻ പറയുന്നത്. അതിപ്പോൾ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇത് വലിയ തിരിച്ചടി അമേരിക്കയ്ക്ക് ഉണ്ടായി. ഖത്തർ ഇതിൽ ഉത്തരവാദിയാണ് എന്നുള്ള രീതിയിൽ അമേരിക്ക ഇപ്പോൾ പറഞ്ഞു വരികയാണ്. എന്തായാലും കഴിഞ്ഞ മാസം യുദ്ധസമയത്ത് ഖത്തറിൽ നിലയുറപ്പിച്ചിരുന്ന US സൈന്യത്തിൻ്റെ പ്രാഥമിക ആശയവിനിമയ റാംഡോം ഇറാൻ നശിപ്പിച്ചതായി ഉപഗ്രഹ ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും അതിൻ്റെ രണ്ടാമത്തെ റാംഡോം കുവൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇറാൻ്റെ അവകാശവാദത്തെക്കുറിച്ച് ഖത്തറോ US ഇതുവരെ ഒരു പ്രസ്താവനയും പുറപ്പെടുവിച്ചിട്ടില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ മാസം US 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ലക്ഷ്യമിട്ടിരുന്നു. ഇതിന് മറുപടിയായി ഇറാൻ ഖത്തറിലെ ഒരു US വ്യോമത്താവളമാണ് ആക്രമിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം. US വാർത്താവിനിമയ സൗകര്യത്തിനെതിരെയും ആ സമയത്ത് ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് റിപ്പോർട്ട്. ജൂൺ 24 സ്വകാര്യ ഉപഗ്രഹ കമ്പനിയായിട്ടുള്ള സാറ്റ്ലോജിക് പുറത്തുവിട്ട ചിത്രങ്ങൾ റാഡോമിന് സംഭവിച്ച കേടുപാടുകൾ വ്യക്തമായി കാണിക്കുന്നുവെന്ന് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നു. അൽ ഉദൈദ് എയർബേസിൽ സ്ഥിതി ചെയ്യുന്ന റാംഡോം ഒരു നൂതന ജിയോഡെനിക് ഘടനയിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു സെൻസിറ്റീവ് ആശയവിനിമയ ഉപകരണമാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ US സൈനിക സൗകര്യമാണിത്. US സെൻട്രൽ കമാൻഡന്റിൻ്റെ ആസ്ഥാനത്തേക്ക് രഹസ്യവും സുരക്ഷിതമായിട്ടുള്ള സന്ദേശങ്ങൾ കൈമാറാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് ഇറാൻ തകർത്തത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആക്രമണം നടന്നതായിട്ട് സെൻകോമും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഖത്തറി പങ്കാളികളുമായി ചേർന്ന് അൽ ഉദൈദ് വ്യോമത്താവളത്തിന് നേരെയുള്ള ഇറാനിയൻ ആക്രമണം US സൈന്യം പരാജയപ്പെടുത്തിയതായി ജൂൺ 23 പുറത്തിറക്കിയ പ്രസ്താവനയിൽ സെൻകോം ആക്രമണം സ്ഥിരീകരിച്ചു. ഖത്തറിലെ ദോഹയ്ക്ക് സമീപമുള്ള വ്യോമത്താവളത്തിൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ഇറാനിയൻ ആക്രമണത്തിൽ US വ്യോമത്താവളത്തിന് ചെറിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. ഇറാൻ ഇതിനകം തന്നെ ആക്രമണ സൂചന നൽകിയിരുന്നു എന്നാണ് ഇതിൻ്റെ പിന്നിലെ കാരണം. മുൻകരുതൽ എന്ന നിലയിൽ US വ്യോമത്താവളത്തിൽ നിന്ന് സെൻട്കോമിലേക്ക് യുദ്ധവിമാനങ്ങൾ മാറ്റി. ഇറാൻ ആക്രമണത്തിൽ ജിയോഡെനിക് ഡോമിന് മാത്രമേ ചെറിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ കാണിക്കുന്നത് എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിൻ്റെ മലയാളം.